നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. ഈ ഡിജിറ്റൽ കാലത്തും പോസ്റ്റ് ഓഫീസുകളുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ അവയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ടെന്ന് തന്നെ പറയാം. കത്തുകൾ കൈമാറുന്നതിനൊപ്പം സാമ്പത്തിക സേവനങ്ങൾ, അടിയന്തര സാഹചര്യങ്ങളിൽ ആശയവിനിമയം സാധ്യമാക്കൽ, വിദൂര ഗ്രാമങ്ങളിൽ പോലും സേവനമെത്തിക്കൽ എന്നിങ്ങനെ പല കൃത്യങ്ങൾ നിർവഹിക്കുന്നു. പ്രധാനപ്പെട്ട രേഖകൾ, സമ്മാനങ്ങൾ, പാഴ്സലുകൾ എന്നിവ അയക്കാൻ പോസ്റ്റ് ഓഫീസുകൾ ഇപ്പോഴും അത്യാവശ്യമാണ്. ലോകത്തിന്റെ ഏത് കോണിലേക്കും ആശയവിനിമയവും സാധ്യമാക്കുന്നു. കത്തുകൾ അയക്കുന്ന സ്ഥാപനങ്ങൾ എന്നതിലുപരിയായി സാമൂഹിക ബന്ധം ഉറപ്പാക്കുന്ന ഒരു പ്രധാന പൊതുസ്ഥാപനമാണ് പോസ്റ്റ് ഓഫീസ്. ഇന്നത്തെ തലമുറയിൽ എത്ര പേർ കത്തെഴുതാറുണ്ടെന്നും പോസ്റ്റ് ഓഫീസിൽ പോകാറുണ്ടെന്നും അറിയില്ല. എന്നാൽ ഒരു കാര്യം അറിയാം, കോട്ടയം CMS കോളേജിലെ വിദ്യാർത്ഥികൾ സ്ഥിരമായി പോസ്റ്റ് ഓഫീസിൽ പോകാറുണ്ട്. ക്യാമ്പസിലെ ജെൻ സി പോസ്റ്റ് ഓഫീസിൽ. കേരളത്തിലെ ആദ്യ ജെൻ സി സൗഹൃദ പോസ്റ്റ് ഓഫീസ് കോട്ടയം CMS കോളേജിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. പുതുതലമുറയെ കൂടുതൽ ആകർഷിക്കുന്ന തരത്തിൽ ആധുനിക സാങ്കേതിക സൗകര്യങ്ങൾ കൂട്ടിച്ചേർത്താണ് കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ എക്സ്റ്റൻഷൻ കൗണ്ടറായി പ്രവർത്തിക്കുന്ന ഈ പുതിയ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ജെൻസിക്കാർക്ക് പോസ്റ്റൽ സേവനങ്ങളെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാൻ കഴിയുന്ന വിധത്തിലാണ് ഈ പോസ്റ്റ് ഓഫീസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇവിടെ ക്യാരംസ്, ലൂഡോ പോലെയുള്ള വിവിധ തരം ഗെയിമുകളുണ്ട്. ഒഴിവു സമയങ്ങളിൽ മൊബൈലിൽ ചെലവഴിക്കാതെ ഇവിടെ വന്നിരുന്ന് കൂട്ടുകാരുമൊത്ത് നേരം പോക്കാൻ, സംസാരിക്കാൻ കുട്ടികൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു. സ്വന്തം ഫോട്ടോയുള്ള സ്റ്റാമ്പ് അച്ചടിച്ചു വാങ്ങാനും ഈ പോസ്റ്റ് ഓഫീസിൽ സൗകര്യമുണ്ട്. ഇത് പുതുതലമുറയ്ക്ക് എന്ന് മാത്രമല്ല മുതിർന്നവർക്കും കൗതുകമുണർത്തുന്ന കാര്യം തന്നെയാണ്. കൂടാതെ വായനാ സ്ഥലങ്ങൾ, പുനരുപയോഗം ചെയ്ത സാമഗ്രികളാൽ നിർമ്മിച്ച ഇരിപ്പിടങ്ങൾ തുടങ്ങിയവയിലൂടെ പരമ്പരാഗത പോസ്റ്റ് ഓഫീസ് മാതൃകയിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇവിടം ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം മറ്റെല്ലാ പ്രധാന പോസ്റ്റൽ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ്. യുവാക്കൾക്ക് ഒത്തുചേരാനും ചർച്ചകൾ നടത്താനും പഠിക്കാനും കഴിയുന്ന സൃഷ്ടിപരമായ ഇടമൊരുക്കിക്കൊണ്ട് ജെൻസിക്കൊപ്പം നീങ്ങുകയാണ് തപാൽ വകുപ്പ് ഈ ഉദ്യമത്തിലൂടെ. സമൂഹത്തെ, പ്രത്യേകിച്ച് പുതുതലമുറയെ ബാധിക്കുന്ന പലതരം ലഹരികളിലൊന്നാണ് മൊബൈൽ. എന്നാൽ മൊബൈൽ ഇല്ലാത്ത ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ദൈനംദിന ജീവിതത്തിൽ മൊബൈലിന്റെ സ്വാധീനം അത്രയ്ക്കുണ്ട്. എന്നാൽ അതൊരു ലഹരിയായി മാറുമ്പോഴാണ് പലതരം പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇത് മാനസികാരോഗ്യം, ഉറക്കം, സാമൂഹിക ബന്ധങ്ങൾ എന്നിവയെ ബാധിക്കുന്നു. ജെൻസി എന്നറിയപ്പെടുന്ന തലമുറയിലെ 83% പേർക്ക് സ്മാർട്ട് ഫോണുമായി ആരോഗ്യകരമല്ലാത്ത ബന്ധമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് യഥാർത്ഥ ബന്ധങ്ങളെ ദുർബലപ്പെടുത്തുകയും പലതരം മാനസിക, ശാരീരിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. സ്മാർട്ട് ഫോൺ വഴിയുള്ള വെർച്വൽ ബന്ധങ്ങളിൽ മുഴുകുന്നത് ആഴത്തിലുള്ള സൗഹൃദങ്ങളുടെ കുറവിന് കാരണമാകുന്നു. സ്ക്രീൻ സമയം വർദ്ധിക്കുന്നത് ഉറക്കത്തെ ബാധിക്കുന്നു. സ്മാർട്ട് ഫോൺ അഡിക്ഷനും ഓൺലൈൻ ഷോപ്പിംഗ് അഡിക്ഷനും തമ്മിലും ബന്ധമുണ്ട്. പുതുതലമുറയുടെ പ്രധാന സവിശേഷത ഡിജിറ്റൽ സ്വഭാവമാണ്. അവർ ഓൺലൈൻ ലോകത്ത് കൂടുതൽ സമയം ചെലവഴിക്കുന്നു. ഇതിന് ഒരു പരിഹാരം എന്ന നിലയിൽ കൊല്ലം സിറ്റി പോലീസ് പ്രിസം എന്ന പേരിൽ ചിൽഡ്രൻസ് ബിനാലെ സംഘടിപ്പിച്ചു. സ്ക്രീൻ മൊബൈൽ അഡിക്ഷനിൽ നിന്ന് പുതുതലമുറയെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച ബിനാലെയിൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള 100 കണക്കിന് കുട്ടികൾ പങ്കാളികളായി. പ്രിസം ചിൽഡ്രൻസ് ബിനാലെ വിശേഷങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. കൊല്ലം സിറ്റി പോലീസ് വി പാർക്കിൽ ഒരുക്കിയ പ്രിസം ചിൽഡ്രൻസ് ബിനാലെ കുട്ടികൾക്ക് അഭിരുചി പരീക്ഷണത്തിനും ആസ്വാദനത്തിനും അരങ്ങൊരുക്കി. മന്ത്രി KN ബാലഗോപാൽ ബിനാലെ ഉദ്ഘാടനം ചെയ്തു. സകല കലകളും അടുത്തറിഞ്ഞ് പ്രചോദനം നേടാൻ കുട്ടി ബിനാലെ അവസരമൊരുക്കി. ഉപകരണ സംഗീതം, നൃത്തം, മാജിക്, ഫോട്ടോഗ്രാഫി, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, AI, വീഡിയോ എഡിറ്റിംഗ്, ചിത്രകല, പെയിന്റിംഗ്, കൊളാഷ്, ക്ലേ മോഡലിംഗ്, രംഗോലി എന്നിവയ്ക്ക് പുറമെ സ്വയം പ്രതിരോധ പരിശീലനത്തിന് കരാട്ടെ, കളറിപ്പയറ്റ് എന്നിവയും ഉണ്ടായിരുന്നു. സിറ്റി പോലീസ് ഒരുക്കിയ ഈ സർഗോദ്യാനത്തിൽ കലയുടെ തേന്നുകർന്ന് വരച്ചും ചുവടുവെച്ചും അടവുകൾ പയറ്റിയും കുട്ടികൾ ആഘോഷിച്ചു. കുടിവെള്ളം മുതൽ എല്ലാം ക്രമീകരിച്ച് നിയമപാലകരും ഒപ്പം കൂടി. രജിസ്റ്റർ ചെയ്ത് പങ്കെടുത്തവർക്ക് സാക്ഷ്യപത്രങ്ങൾ നൽകി. ഡിജിറ്റൽ അഡിക്ഷനെതിരായ ബോധവത്കരണത്തിന്റെ ഭാഗമായി നടത്തിവരുന്ന DDAD
പാതിവഴിയിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വരുന്ന കുട്ടികളെ തിരികെ പഠനമേഖലയിൽ എത്തിക്കുന്നതിനായി നടത്തിവരുന്ന ഹോപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ബിനാലെ സംഘടിപ്പിച്ചത്. 744 കുട്ടികൾ പങ്കെടുത്തു. സ്ക്രീൻ മൊബൈൽ അഡിക്ഷനിൽ നിന്ന് പുതുതലമുറയെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച ബിനാലെ ലക്ഷ്യം കണ്ടുവെന്ന് പറയാം. യഥാർത്ഥ ലോകത്തെ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകണമെങ്കിൽ മൊബൈൽ ഉപയോഗത്തിൽ ശ്രദ്ധയും നിയന്ത്രണവും ആവശ്യമാണ്. ഇതിനെ സഹായിക്കുന്ന പ്രിസം പോലെയുള്ള ഉദ്യമങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. സ്മാർട്ട് ഫോണിന്റെ അമിത ഉപയോഗം നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുള്ള മറ്റൊരു ഉദ്യമമാണ് നല്ല വാർത്തയിൽ ഇനി. സ്മാർട്ട് ഫോൺ അമിതമായി ഉപയോഗിക്കുന്നതിന്റെ ദോഷഫലങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനു പരിഹാരം സ്ക്രീൻ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. എന്നാൽ അത് അത്ര എളുപ്പമല്ല എന്നും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആരും അതിന് മുൻകൈ എടുക്കുന്നുമില്ല. കുടുംബാംഗങ്ങൾ മുഖത്തോട് മുഖം നോക്കിയിരുന്ന് സംസാരിച്ച കാലം മാറി. മൊബൈലിൽ നിന്ന് കണ്ണെടുത്തിട്ട് വേണ്ടേ തൊട്ടടുത്തിരിക്കുന്ന ആളിനെ പോലും നോക്കാൻ? കൈവിട്ടുപോയ ആ പഴയകാലം വീണ്ടെടുക്കാൻ ഒരുങ്ങി ഇതാ കർണാടകയിലെ ഒരു ഗ്രാമപഞ്ചായത്ത്, ബെലഗാവി ജില്ലയിലെ ഹലഗ ഗ്രാമപഞ്ചായത്ത്. ഇവിടെ രാത്രി 7 മണിക്ക് ഒരു സൈറൺ മുഴങ്ങും, 9 മണിക്ക് മറ്റൊരു സൈറൺ മുഴങ്ങും. ഇതിനിടയിലുള്ള 2 മണിക്കൂർ നേരം മൊബൈൽ മാറ്റിവെക്കാനുള്ളതാണ്. മൊബൈൽ മാത്രമല്ല, TV ഉൾപ്പെടെ ഏതൊരു സ്ക്രീനും. ഈ 2 മണിക്കൂർ സമയം കുടുംബാംഗങ്ങൾ ഒത്തുചേരുന്നു, വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു, കുട്ടികൾ പഠിക്കുന്നു, പുസ്തകങ്ങൾ വായിക്കുന്നു. പുതിയൊരു ജീവിതം, ആകെ സന്തോഷമയം, ശരിക്കും ജീവിക്കുന്ന 2 മണിക്കൂർ. ഇത് ശീലിച്ചു തുടങ്ങിയ ശേഷം ജീവിതത്തിൽ വളരെയേറെ മാറ്റം വന്നതായി നാട്ടുകാർ പറയുന്നു. വളരെ നല്ല കാര്യം. ഇത് ഒരു പഞ്ചായത്തിന്റെ മാത്രം ആവശ്യമല്ല, നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ്, ശീലിക്കേണ്ട കാര്യമാണ്. ഒരു സൈറണിന്റെ പ്രേരണ ഇല്ലാതെ തന്നെ നമുക്ക് ശീലിച്ചു തുടങ്ങാം. ഇന്നത്തെ കാലത്ത് വനിതകൾ എത്താത്ത മേഖലകളില്ല, നേടാത്ത നേട്ടങ്ങളില്ല. ബഹിരാകാശത്ത് വരെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു, കഴിവ് തെളിയിച്ചു കഴിഞ്ഞു വനിതകൾ. ഇപ്പോഴിതാ ശബരിമലയിലെ ദേവസ്വം ഒരുക്കുന്ന സദ്യയുടെ ചുമതലയും ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതയ്ക്ക് ലഭിച്ചിരിക്കുന്നു. കൊല്ലം തേവലക്കര സ്വദേശി സുധാ പഴയമഠം എന്ന വനിതയ്ക്കാണ് ആ നിയോഗം. ലക്ഷക്കണക്കിന് ഭക്തർ എത്തുന്ന ശബരിമലയിലെ അന്നദാനത്തിന്റെ പാചക ചുമതല വളരെ ശ്രമകരമായ ഉത്തരവാദിത്തം തന്നെയാണ്. ആത്മവിശ്വാസത്തോടെ തന്റെ ഉത്തരവാദിത്തം നിർവഹിക്കുകയാണ് സുധാ പഴയമഠം. സുധാ പഴയമഠം നല്ല വാർത്തയോട്. ചരിത്രത്തിലെ ആദ്യമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മെസ്, പമ്പ, നിലയ്ക്കൽ സന്നിധാനം എന്നിവിടങ്ങളിൽ വനിതാ സംരംഭക എന്ന നിലയിൽ ആദ്യമായിട്ട് അതിനുള്ള അനുഗ്രഹം ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അത് എൻ്റെ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഇതിന്റെ പിന്നിൽ എല്ലാവിധ സഹായ സഹകരണങ്ങളും നടത്തി തന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ നല്ലവരായ വ്യക്തികൾക്കും എൻ്റെ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. അവസരങ്ങൾ ലഭിച്ചാൽ സ്ത്രീകൾ തങ്ങളുടെ കഴിവ് തെളിയിക്കുമെന്ന് പല ഉദാഹരണങ്ങളിലൂടെ നമുക്ക് വ്യക്തമായി കഴിഞ്ഞു. സ്ത്രീകൾക്ക് പലതിനും സമൂഹം അതിർവരമ്പുകൾ കൽപ്പിച്ചിരുന്ന കാലത്തുനിന്നും അവർ ഇവിടം വരെ എത്തിയതും സ്വന്തം കഴിവും ആത്മവിശ്വാസവും ഉപയോഗപ്പെടുത്തി തന്നെയാണ്. ശബരിമലയിൽ കൈപുണ്യം തെളിയിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടതും സ്ത്രീകളുടെ ആത്മവിശ്വാസത്തിനുള്ള അംഗീകാരമാണ്. തികച്ചും വ്യത്യസ്തമായ ഒരു വിവാഹത്തെക്കുറിച്ചാണ് നല്ല വാർത്തയിൽ ഇനി. പരമ്പരാഗതമായ വിവാഹ ചടങ്ങുകൾക്ക് പകരം ഇന്ത്യൻ ഭരണഘടനയുടെ പകർപ്പുകൾ കൈമാറി വിവാഹിതരായ 2 പേർ, ശീതളും ജിതിനും. പാലക്കാട് ജില്ലയിലെ നെന്മാറയിലെ സബ് രജിസ്ട്രാർ ഓഫീസിൽ പുതുവത്സര ദിനത്തിലായിരുന്നു സവിശേഷമായ വിവാഹം. പാലക്കാട് അയലൂർ സ്വദേശി ജിതിനും കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ശീതളും സ്പെഷ്യൽ വിവാഹ നിയമപ്രകാരം വിവാഹിതരായി. ഭരണഘടനയുടെ ആദർശങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതും ലാളിത്യം ആഘോഷിക്കുന്നതുമായിരിക്കണം വിവാഹം എന്ന ഇരുവരുടെയും ആഗ്രഹമാണ് സാധ്യമായത്. ജിതിൻ തേങ്കുറിശ്ശിയിൽ വില്ലേജ് അസിസ്റ്റന്റ് ആണ്. കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയാണ് ശീതൾ. കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ സിറ്റിസൺ 2022 പദ്ധതിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ട്രെയിനറായി ശീതൾ പ്രവർത്തിച്ചിരുന്നു. സംസ്ഥാനത്തുടനീളം ഭരണഘടനാ സാക്ഷരത പ്രോത്സാഹിപ്പിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ലിറ്ററസി കൌൺസിലിലെ സജീവ അംഗം കൂടിയാണ് അവർ. ദേശീയ ഗാനത്തോടെയാണ് വിവാഹ ചടങ്ങ് അവസാനിച്ചത്. കൂടുതൽ ആളുകളെ ലളിതവും ആഡംബരരഹിതവുമായ ആഘോഷം സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുക എന്ന ആഗ്രഹമാണ് സബ് രജിസ്ട്രാർ ഓഫീസിൽ വിവാഹം നടത്താനുള്ള തീരുമാനത്തിന് പിന്നിലെന്ന് ജിതിനും ശീതളും പറഞ്ഞു. തികച്ചും മാതൃകാപരമായ ഒരു വിവാഹം. ജിതിനും ശീതളിനും നല്ല വാർത്തയുടെ ആശംസകൾ, അഭിനന്ദനങ്ങൾ. നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത feedback@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്.
നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.